മുമ്പ് നമ്മൾ കമണ്ടലുവിൻ്റെ ഒരു വീഡിയോ ചെയ്തതാണ്. ഇനി നമ്മൾ കമണ്ടലു അത് പൊട്ടിച്ചിട്ട് അതിനകത്ത് എന്താണ് ഉള്ളതെന്നൊന്ന് കാണാം. വാ, അതാണ്ട് നമ്മുടെ കമണ്ടലു നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കുറേ നേരം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, നല്ല വെയിറ്റ് ഉണ്ട്. ഇനി നമുക്കിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് നോക്കാം എന്താണ് ഇത്ര സ്പെഷ്യൽ ഇതിനകത്തുനിന്ന്. പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലയോ, നമുക്ക് നോക്കിയേക്കാം. ഞാൻ കത്തി കൊണ്ട് ചെയ്യാൻ നോക്കിയിട്ട് യാതൊരു ഇതുമില്ല. നല്ല കത്താളും എല്ലാം എടുത്താലേ രക്ഷയുള്ളതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് വെട്ടി മുറിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കാണാം എങ്ങനെ ഉണ്ടെന്ന്. ഇതിപ്പോൾ കമണ്ടലും ഞാൻ തല്ലി പൊട്ടിച്ച് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു തോടാണ് നമ്മൾ ഉണക്കി, ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ടുള്ള മറ്റേ ഋഷിമാരൊക്കെ ഉപയോഗിക്കുന്ന പാത്രമായിട്ട് ഉണക്കിയെടുക്കുന്നത്. ഇത് അതിൻ്റെ ഉൾഭാഗത്തിരിക്കുന്നൊരു സംഭവമാണ് കേട്ടോ. കണ്ടിട്ട് ഏകദേശം മനുഷ്യൻ്റെ തലച്ചോറ് പോലുണ്ട്. ഓക്കെ, മനുഷ്യൻ്റെ തലച്ചോറ് പോലുണ്ട്. ഓക്കെ, ഈ ഒരു ഭാഗമാണ് നമ്മൾ ഈ കരകൗശല വസ്തുക്കൾക്കായാലും ഉപയോഗിക്കുന്ന സാധനം. ഇത് ഉണക്കി എടുത്തിട്ട് നല്ല കട്ടിയുള്ള തോടാണ്. അതുകൊണ്ടാണ് നല്ല കട്ടിയുള്ളൊരു തോടാണ്. ഇത് ഉണക്കിയാണ് നമ്മൾ കരകൗശല വസ്തുക്കൾക്കും പണ്ട് ഋഷിമാർ ഉപയോഗിച്ചിരുന്ന പാത്രത്തിനെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇത് കണ്ടാൽ കറക്റ്റ് ഒരു മനുഷ്യൻ്റെ തലച്ചോറ് മാതിരിയുണ്ട്. കണ്ടോ, നല്ല വെയിറ്റും ഉണ്ട്. ഇതിനാണ് വെയിറ്റ്. ഇതിനൊരു ഏകദേശം ഒരു 6-7 കിലോളം ഉണ്ടാവും. ഇത് അതിൻ്റെ മൂട്ടിൽ നിന്ന് തന്നെ കിട്ടിയ വേറൊരു ഉണങ്ങിയ ഒരു കമണ്ടലുവിൻ്റെ ഒരു പാർട്സാണ് കേട്ടോ. ഇത് ഉണങ്ങിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉണ്ടോ, ഇതിൻ്റെ കട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടിയാണ്. നമ്മൾ എറിഞ്ഞാലൊന്നും പൊട്ടത്തില്ല. നല്ല ചിരട്ടക്കാലമൊക്കെ നല്ല കട്ടിയുള്ളൊരു സംഭവം. അപ്പോൾ ഇതാണ് നമുക്ക് കരകൗശല വസ്തുക്കൾക്കെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന അടിപൊളി സാധനം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇതൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.